ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇപ്പൊ +1 ബോർഡ് എക്സാം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് +2ലേക്ക് എത്തിയ മക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ ലൈഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇയർ ആണ് ഈ +2 ഇയർ എന്ന് പറയുന്നത്. കാരണം ഈ വർഷം നിങ്ങൾ ബോർഡ് എക്സാം എഴുതി, +2 ബോർഡ് എക്സാം എഴുതി പാസ് ഔട്ട് ആവുന്നതിനോടൊപ്പം നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഏത് മേഖലയിലേക്ക് പോകുമെന്ന് ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അവിടെ നമുക്ക് ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ് +2 ബോർഡ് എക്സാമിന് ശേഷം. അപ്പൊ പല വിദ്യാർത്ഥികളും +2ന് ശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവരുടെ സ്വപ്ന ക്യാമ്പസുകളിലേക്കൊക്കെ അവർ എത്തിപ്പെടുന്നത്. പക്ഷെ എന്തിനിങ്ങനെ ഒരു വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം? എന്തുകൊണ്ട് +2നോടൊപ്പം നമുക്ക് നീറ്റ് ജെഇ പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്തുകൂടാ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയെന്നുള്ള കൃത്യമായ സ്ട്രക്ചേർഡ് ആയ പ്ലാനോട് കൂടിയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ 2025 നീറ്റ് ജെഇ ആസ്പിരൻസ്, അതായത് ഇപ്പോ +2ലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, +2 ക്ലാസ്സുകളിലേക്ക് കയറാൻ പോകുന്ന കുട്ടികൾ 2025 അവരുടെ നീറ്റ് ജെഇ എന്ന ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് വെച്ചാൽ, +2 ബോർഡ് എക്സാമും നീറ്റ് ജെയും ഒരേ വർഷം തന്നെ വലിയ സ്കോറോട് കൂടി, വലിയ റാങ്കോട് കൂടി ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ള ആ ഒരു സ്വപ്ന ലക്ഷ്യമാണ് നമ്മളിവിടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ആദ്യം ഞാൻ +2 ബോർഡ് എക്സാമിന്റെയും നീറ്റ് ജെയുടെയും സിലബസ് തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ, ഈ ബോർഡ് എക്സാമിന് പഠിക്കുന്നതിൽ നിന്നും മാറി നീറ്റ് ജെയ്ക്ക് നിങ്ങൾ എന്താണ് അധികം പഠിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അധികം പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. നോക്കൂ മക്കളെ, +2 സിലബസ് പറഞ്ഞാൽ നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്കിലെ സിലബസ് എന്താന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി അതും നീറ്റ് ജെഇ സിലബസ് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നോക്കടാ, നിങ്ങള് +2ലെ ആദ്യത്തെ ചാപ്റ്റർ നോക്കുന്ന സമയത്ത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് നമ്മൾ 10th-ലോ 8th-ലൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാറ്റിക്കിലാണ്, 10th-ലാന്ന് തോന്നുന്നു, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നിങ്ങൾ പഠിച്ചായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. റബ്ബ് ചെയ്തിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു, എന്നിട്ട് ചാർജ് ലഭിക്കുന്നു. അതായത് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ബോഡിക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ കിട്ടിയ ബോഡിക്ക് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. അങ്ങനെ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമ്മൾ കോംബ് ഹെയറിൽ റബ്ബ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തായിട്ട് ഓർക്കുന്നില്ലേ? അപ്പോൾ അതൊരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ വളരെ ബേബി സ്റ്റെപ്പ് ആയിരുന്നു നിങ്ങൾ ആ പഠിച്ച സാധനം. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിലേക്ക് വളരെ രസകരമായ ഫിസിക്സിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ബ്രാഞ്ചായ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് കയറാൻ പോവാണ്. +2ലെ ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ എവിടുന്ന നമ്മൾ ആ ടോപ്പിക് തുടങ്ങുന്നത് വെച്ചാൽ, 8th നിങ്ങൾ എന്താണോ ബേസ് പഠിച്ചു തുടങ്ങിയത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെ നമുക്ക് ബോഡീസിനെ ചാർജ് ചെയ്യാം, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ചാർജിങ് ബൈ റബ്ബിങ്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു മെത്തേഡിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന്റെ ഹയർ കോൺസെപ്റ്റിലേക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നത്. അപ്പൊ അതിൽ ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടീസ്, ചാർജിന്റെ ബേസിക് ആയ കാര്യങ്ങൾ, ദെൻ കൂളോംസ് ലോ, ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നത്. നീറ്റ് ജെഇ പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ സോൾവിംഗ് സ്കിൽ, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ക്വസ്റ്റ്യൻ സോൾവിംഗ് സ്കില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂളോംസ് ലോ എന്നാണ്. ആ കൂളോംസ് ലോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാൻ പോകും. അപ്പൊ ആ കൂളോംസ് ലോ ബോർഡ് എക്സാമിന് ആ ലോ എങ്ങനെയാണെന്ന് മാത്രമായിരിക്കും നമ്മൾ പഠിക്കുക. പക്ഷെ അത് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ +2 പഠിക്കുന്ന സമയത്ത്, ആ കണ്ടന്റ് ആദ്യമായി പഠിക്കുന്ന സമയത്ത് തന്നെ ആ ലോ പഠിക്കുന്നതിനോടൊപ്പം അതിന്റെ ക്വസ്റ്റ്യൻസും കൂടെ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കി സോൾവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളത് പഠിച്ചു, കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നമ്മളത് ആ ഒരു ട്രാക്കിലേക്ക് നമ്മളിങ്ങനെ എൻ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രൂപത്തിൽ കണ്ടന്റ് ആദ്യം പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് വേറൊരു എഫേർട്ട് ഇട്ട് വേറൊരു സ്റ്റെപ്പിൽ നമ്മളത് പഠിക്കേണ്ടതില്ല. ബോർഡ് എക്സാമിനായിട്ട് ആ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ആ ചാപ്റ്ററിനെ നമുക്ക് ഡീൽ ചെയ്തെടുക്കാം. ദെൻ അതേപോലെ തന്നെയാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡൈപോളും ഫീൽഡ് ലൈൻസും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് അടുത്ത വളരെ പ്രധാനപ്പെട്ട സാധനമാണ് ഗോസസ് ലോ. ഇതൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ്. നീറ്റ് ജെഇ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഭാഗമാണ് ഞാൻ പറയുന്നത് ഗോസസ് ലോ. അവിടെയും അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ, അവിടെയും നമ്മൾ നീറ്റ് ജെയിലേക്ക് നോക്കുന്ന സമയത്ത് പ്രോബ്ലത്തിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ നിങ്ങൾ ഈ ലോ പഠിക്കുമ്പോൾ, ബോർഡ് എക്സാമിന് വേണ്ടി ലോ പഠിക്കുമ്പോൾ അതിനോടൊപ്പം പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യാം. ദെൻ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. പൊട്ടൻഷ്യൽ, ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കണ്ടീഷൻ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിന്റെ കണ്ടീഷൻ തന്നെയാണ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അവിടെ അതേ ഒരു പാറ്റേൺ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ പൊട്ടൻഷ്യൽ, ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫീൽഡും പിന്നെ ന്യൂട്രൽ പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ് പൊട്ടൻഷ്യലിൽ വരുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി വരുന്ന ചാപ്റ്റർ ആണ്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് കപ്പാസിറ്റൻസിലാണ്. കപ്പാസിറ്റർ ബോർഡ് എക്സാമിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഒരു 1-2 ഡെറിവേഷൻ ചെറിയ ലോ ഒക്കെ ചോദിക്കുള്ളൂ. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആ ടോപ്പിക് പഠിക്കുമ്പോൾ ആ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്, അതും കൂടെ നമ്മൾ ബോർഡ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി അതും കൂടെ ആ ഒരു റെഗുലർ ടൈമിൽ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ ആ ചാപ്റ്ററിന്റെ കണ്ടന്റിന്റെ ഡെപ്ത് മനസ്സിലാവുകയും ചെയ്യും.
ബോർഡ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും, കോമ്പറ്റേറ്റീവ് എക്സാമിന് നന്നായി പെർഫോം ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് ഫോർ ബോത്ത് നീറ്റ് ആൻഡ് ജെഇ. അതിൽ ക്രിർച്ചോഫ്സ് ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കറണ്ട് ഇലക്ട്രിസിറ്റി ആദ്യത്തെ 2 ചാപ്റ്റർ ചാർജ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ, മൂന്നാമത്തെ ചാപ്റ്റർ ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫിസിക്സ് ആണ്, പ്രോപ്പർട്ടീസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട NCERT ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക് ആണ്. അത് തന്നെയാണ് നീറ്റ് ജെഇക്കും ആവശ്യമുള്ളത്. ദെൻ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. അതേപോലെ തന്നെ ഈ കറണ്ട് ഇലക്ട്രിസിറ്റി കഴിഞ്ഞ അടുത്ത വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. വേറൊരു ഫിസിക്സിന്റെ ബ്രാഞ്ച് ആണത്. ഈ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ എല്ലാ സബ് ടോപ്പിക്കുകളും നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കണം. അത് തന്നെയാണ് നീറ്റ് ജെഇക്കും നമുക്ക് ആവശ്യമുള്ളത്. ദെൻ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. റീസെന്റ് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ ചില ടോപ്പിക് ഒക്കെ സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ബോർഡ് എക്സാം സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ജെഇ നീറ്റ് സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ 10th പഠിച്ചിട്ടുണ്ടാവും, ഓർക്കുന്നുണ്ടാവും. അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഓൾട്ടർനേറ്റിംഗ് കറന്റിലെ ഈ LC ഓസിലേഷൻ റീസെന്റ് സിലബസിൽ നിന്നും ഡിലീറ്റ് ചെയ്തതാണ്. അത് ബോർഡ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട. അത് കോമ്പറ്റേറ്റീവ് എക്സാം ആയ നീറ്റ് ജെഇ സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ബോർഡ് എക്സാമിന് ആവശ്യമില്ലാത്തത് നീറ്റ് ജെഇ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ നമുക്ക് വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നില്ല. പഠിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടെ ഡെപ്തിൽ പഠിച്ചാൽ മാത്രം മതി. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, ഒരു പുതിയൊരു ചാപ്റ്റർ പോലെ എനിക്ക് ഫീൽ ചെയ്തേക്കാം. ദെൻ റേ ഒപ്റ്റിക്സ്. വാവ്, അടുത്ത ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ റേ ഒപ്റ്റിക്സ്. അതിന്റെ ബേസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. ലെൻസ്, കോൺകേവ്, കോൺവെക്സ്, മിറർ, ഇമേജ് ഫോർമേഷൻ, മാഗ്നിഫിക്കേഷൻ, അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബോർഡ് എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാമിനും ഒരേ കോൺസെപ്റ്റുകളാണ്, ഒരേ കോണ്ടന്റുകളാണ്. വേവ് ഒപ്റ്റിക്സ് ഇതുവരെ നിങ്ങൾ പഠിക്കാത്തൊരു ഒപ്റ്റിക്സിന്റെ ബ്രാഞ്ചാണ്. അതും ബോർഡ് എക്സാമിനുള്ള എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ അതൊക്കെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനുണ്ട്. പിന്നെ വേവ് ഒപ്റ്റിക്സിൽ റീസെന്റ് ഡിലീറ്റ് ചെയ്ത ചില ടോപ്പിക്കുകളുടെ റിസോൾവിംഗ് പവർ ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെ റീസെന്റ് സിലബസ് റെഡ്യൂസ് ചെയ്തതാണ്. അത് ബോർഡ് എക്സാമിനും ഇല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇല്ല. ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ വളരെ സിമ്പിൾ ആയ ചാപ്റ്റർ ആണ്. കെമിസ്ട്രിയിലും ഇതേ കോൺസെപ്റ്റ് നിങ്ങൾ ഇതേ കോൺസെപ്റ്റ് വിച്ച് മീൻസ് ഇതിലുള്ള പല കാര്യങ്ങളും ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിലെ പല കാര്യങ്ങളും നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ടെന്ന് സാരം. ആറ്റംസ്, ന്യൂക്ലിയർ, ഇതൊക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. റീസെന്റ് ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ബോർഡ് എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സിലബസ് നീറ്റ് സിലബസ് ജെഇ സിലബസ് ബോർഡ് എക്സാമിന്റെ സിലബസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് രണ്ടിനും വേണ്ടി പഠിക്കേണ്ടതില്ല. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. അതായത് നമ്മൾ സിംപ്ലി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഡയോഡ്, ട്രാൻസിസ്റ്റർ, ആ ഭാഗങ്ങൾ വരുന്നത്. അതിലിപ്പോൾ ട്രാൻസിസ്റ്റർ ഇപ്പോൾ സിലബസിൽ ഇല്ല. N ടൈപ്പ് സെമി കണ്ടക്ടർ, P ടൈപ്പ് സെമി കണ്ടക്ടർ ഒക്കെ വരുന്നത് 10th അതിന്റെ ഒരു ബേസ് പഠിച്ചിട്ടുണ്ടാവും. അതും ഈ ബോർഡ് എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാമിനും ഒരേ സിലബസ് ആണ്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബോർഡ് എക്സാമിന് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ കുറെ കൂടെ ഡെപ്തിലേക്കുള്ള കാര്യങ്ങളാണ്. പ്രോബ്ലം സോൾവിംഗ്, ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം സോൾവിംഗ് ആണ് ബോർഡ് എക്സാം സിലബസിൽ നിന്ന് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം സിലബസിലേക്ക് നോക്കുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നത്. സോ അത് നമ്മൾ ആ കണ്ടന്റ് പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പിന്നെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ജെഇ നീറ്റിന് വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് സിലബസ് പഠിക്കേണ്ടതില്ല, ഫിസിക്സ് സിലബസ് പഠിക്കേണ്ടതില്ല. ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതേ സമയത്ത് അതേ ഒറ്റ സ്ട്രെച്ചിൽ ഒരേ ക്ലാസ്സിൽ തന്നെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ലൊക്കെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിന്റെ സ്കെഡ്യൂൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ബോർഡിനും കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ ഒരുപോലെ തയ്യാറാക്കുന്ന, ഒരുപോലെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ച് 2025 സൂപ്പർ കിങ്സ് ബാച്ചിന്റെ ലോഞ്ച് ആണ് വെരി നെക്സ്റ്റ് ഡേ. അപ്പൊ ആ ലോഞ്ചിലെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ബോത്ത് നീറ്റ് ആൻഡ് ജെഇ രണ്ടിന്റെയും ലോഞ്ച് വരുന്നുണ്ട്. ഇനി അതിന്റെ അക്കാഡമിക് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അക്കാഡമിക് പ്ലാൻ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സൈലം ഇത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഏപ്രിൽ മാസം, അതിൽ മാർച്ച് മാസത്തെ ക്ലാസ്സുകൾ ഓൾറെഡി ഇപ്പം കഴിഞ്ഞു. ബേസിക് ആയ കാര്യങ്ങൾ +2 വേണ്ട, +1 നമ്മൾ പഠിച്ച ഈ വെക്ടേഴ്സ്, ചെറിയ ചെറിയ കാൽക്കുലേഷൻസ്, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതിനൊക്കെ ബേസിക് ആയ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കൊടുത്ത് തുടങ്ങിയിരിക്കും. ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ദെൻ ഓരോ മന്തിലെയും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ്, അതിൽ ഞാൻ ഫിസിക്സിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഏപ്രിൽ മാസം നമ്മുടെ വെക്കേഷൻ സമയത്ത് നിങ്ങൾ ഒട്ടുമേ ടൈറ്റ് ആക്കാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്നാൽ കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന രൂപത്തിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം നിങ്ങളെ വെക്കേഷൻ സമയത്ത് ചാർജസ് ആൻഡ് ഫീൽഡ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, 2 ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് വളരെ അടിപൊളിയായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. മെയ് മാസത്തില് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിന്റെ കണ്ടിന്യൂഷൻ, കറണ്ട് ഇലക്ട്രിസിറ്റി. ജൂൺ
കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ബാക്കി, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം മാറ്റർ വളരെ ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്നുള്ളൂ. ജൂലൈയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഓഗസ്റ്റില് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് റേ ഒപ്റ്റിക്സ്, സെപ്റ്റംബറിൽ വേവ് ഒപ്റ്റിക്സ് ഡുവൽ നേച്ചർ, ഒക്ടോബറിൽ ആറ്റം ന്യൂക്ലിയർ സെമി, ഇത് ചെറിയ ചാപ്റ്റർ ആണ് ആറ്റോ ന്യൂക്ലിയർ സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ നോക്കൂ, ഒക്ടോബർ ആവുമ്പോഴേക്കും നമ്മുടെ സിലബസ് തീർന്നു. ഒക്ടോബർ ആവുമ്പോഴേക്കും പ്ലസ് ടു സിലബസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ റിവിഷനാണ്. ബോർഡ് എക്സാമിലേക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയതിന് ശേഷം ദെൻ നവംബർ മാസം നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ, +1 JEE റിവിഷൻ ബാർ നീറ്റ്. +1 നിങ്ങൾ ബോർഡ് എക്സാം എഴുതിയതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സിലും എല്ലാ കോൺസെപ്റ്റും നിങ്ങൾ ഒരു തവണ പഠിച്ചു പോയതാണ്. ഇനി അതിൽ നിങ്ങൾക്ക് കൃത്യമായ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം അതിന്റെ കോമ്പറ്റേറ്റീവ് എക്സാം ബേസിൽ തന്നെ കൃത്യമായിട്ടുള്ള റിവിഷനും ഷോർട്ട് കട്ടുകളും ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു നവംബർ മാസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ +1 റിവിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ +2 ബോർഡ് എക്സാമിന്റെ ചൂടിലേക്ക് വരുന്നതിന് മുന്നേ +1 നമ്മുടെ കയ്യിലാക്കി എടുക്കുന്നു. ദെൻ ഡിസംബറിൽ +2 JEE റിവിഷൻ ക്ലാസ്സസ് ബാർ നീറ്റ്. ദെൻ ജനുവരിയില് JEE മെയിന്റെ ഫസ്റ്റ് ഫേസ് വരുന്നു. അപ്പൊ ഫസ്റ്റ് ഫേസിൽ നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ടാവും. കാരണം കംപ്ലീറ്റ് സിലബസ് നമ്മൾ +2 സിലബസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. +1 നമ്മൾ ഒരു റൗണ്ട് റിവിഷനും ചെയ്ത് കഴിഞ്ഞു. JEEയുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ വരുന്നു. ആ സമയത്ത് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ആ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ദെൻ ഫെബ്രുവരി മാർച്ച് സമയത്ത് ബോർഡ് എക്സാം, എക്സ്ക്ലൂസീവ്ലി ബോർഡ് എക്സാമിന്റെ റിവിഷൻ. ഫുൾ മാർക്കിൽ കുറഞ്ഞ് ഒന്നും തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. ബോർഡ് എക്സാമിന് ഫുൾ മാർക്കും കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു റാങ്കും. അതാണ് സൂപ്പർ കിങ്സ് ബാച്ച് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. നൗ ഏപ്രിൽ മാസം JEE മെയിന്റെ സെക്കൻഡ് ഷിഫ്റ്റ് വരുന്നു, കീം എക്സാമിനേഷൻ വരുന്നു. ദെൻ മെയ് മാസം ആവുന്ന സമയത്ത് JEE അഡ്വാൻസും വരുന്നു, നീറ്റ് എക്സാമും വരും. സോ ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ 100% ഈ എക്സാമിന് ഫിറ്റ് ആയിട്ടുണ്ടാവും. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ കൃത്യമായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടാവും. ബോർഡ് എക്സാം ഓൾറെഡി നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ഫുൾ മാർക്കാണ് ബോർഡ് എക്സാം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അതിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. സോ ഈ ബാച്ചിന്റെ സൂപ്പർ കിങ്സ് ബാച്ചിന്റെ ലോഞ്ച് ആണ് ഇനി നടക്കാൻ പോകുന്നത്, നെക്സ്റ്റ് ഡേയിൽ നടക്കാൻ പോകുന്നത്. സോ ബാക്കി ഡീറ്റെയിലുകളും കാര്യങ്ങളൊക്കെ ആ ലോഞ്ചിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ മെജോറിറ്റി ടോപ്പിക്സ് നമ്മൾ ഫിനിഷ് ചെയ്യുക ഈ വെക്കേഷൻ സീസണിലായിരിക്കും. സോ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങളെ കരിയർ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. സോ അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാ സപ്പോർട്ടും, സൈലത്തിന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. സോ നമ്മുടെ ഈ IVR നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളെ സീറ്റുകൾ കൺഫേം ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.